സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് ഡിംപിൾ റോസ്. ചന്ദനമഴ അടക്കം നിരവധി ഹിറ്റ് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുള്ള നടി ഇപ്പോൾ കുടുംബിനിയായി കഴിയുകയാണ്. ഇതിനൊപ്പം യൂട്യൂബ് ചാനലുമായി സജീവമാണ് നടി. വീട്ടിലെ വിശേഷങ്ങളും മക്കളെ പറ്റിയൊക്കെയാണ് വീഡിയോയിൽ കാണിക്കാറുള്ളത്. ഇപ്പോഴത്തെ യൂട്യൂബിലൂടെയും മറ്റു തനിക്കുണ്ടാവുന്ന പ്രതിഫലത്തെപ്പറ്റി പറയുകയാണ് ഡിംപിൾ. പുതിയൊരു വീഡിയോയിലൂടെയാണ് പ്രൊമോഷനിലൂടെയും മറ്റ് സ്വന്തമാക്കിയ തുകയെക്കുറിച്ച് നടി സൂചിപ്പിക്കുന്നത്. താൻ യൂട്യൂബിലേക്ക് വന്ന തുടക്കത്തിൽ നല്ല പീക്കിൽ നിൽക്കുകയായിരുന്നു. ആ സമയം കൊറോണ കാലമാണ്. ഇന്നുള്ള അത്രയും ചാനലുകൾ അന്നേ ഇല്ലായിരുന്നു. ഇപ്പോൾ സെലിബ്രിറ്റികളടക്കം യൂട്യൂബുമായി സജീവമാണ്. മുൻപത്തേത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ചാനൽ ഡൗൺ ആണ്. നല്ലൊരു ഹൈപ്പൊന്നുമില്ല. പ്രൊഡക്റ്റുകളുടെ പ്രൊമോഷൻ വരുമ്പോഴാണ് നമുക്ക് പ്രധാനമായി ഇൻകം ലഭിക്കുക. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ആൾക്കാരെ പറ്റിക്കുന്നതല്ലേ എന്നൊക്കെ ഒരുപാട് പേർ ചോദിക്കാറുണ്ട്. ഇതിന് മുൻപൊരു പ്രൊമോഷൻ ചെയ്തപ്പോൾ എന്തിനാണ് ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നതെന്ന് ചോദിച്ച് മെസ്സേജുകൾ വന്നിരുന്നു. ലാലേട്ടൻ, മമ്മൂക്ക തുടങ്ങി എന്തോരം സൂപ്പർ താരങ്ങളാണ് പരസ്യത്തിൽ അഭിനയിക്കുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിക്കപ്പെട്ടാൽ ആരും ഇത്തരം പരസ്യങ്ങൾ ചെയ്യും. അതിൻ്റെ ജെന്യൂനിറ്റി എത്രത്തോളമുണ്ടെന്ന് ഒരു പരിധിവരെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് പറയുകയാണ് പരസ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. യൂട്യൂബിലൂടെ എല്ലാവർക്കും മെയിനായി പണം ലഭിക്കുന്നത് വ്യൂസിനേക്കാളും പ്രൊഡക്റ്റ് പ്രൊമോഷനിലൂടെയാണ്. 1 മില്യൺ വ്യൂസ് കിട്ടുകയാണെങ്കിൽ അത് എത്ര നേരം ആളുകൾ കണ്ടു, എത്ര പരസ്യം കയറി എന്നതിന് അനുസരിച്ചായിരിക്കും പണം ലഭിക്കുക. ചില സമയത്ത് നല്ല രീതിയിൽ കിട്ടുമെങ്കിൽ ചിലപ്പോൾ പ്രതീക്ഷിച്ചത് പോലുമില്ലാതെ വരും. യൂട്യൂബിലൂടെ കോടികൾ കിട്ടുന്നവരുണ്ടാകാം. പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. യൂട്യൂബിലെ കാര്യങ്ങൾ പ്രവചിക്കാൻ പറ്റില്ല. ചില മാസങ്ങളിൽ കൂടുതൽ കിട്ടിയാൽ തൊട്ടടുത്ത മാസം തീരെ ഉണ്ടാവില്ല. യൂട്യൂബിലേക്ക് വന്നതിന് ശേഷമാണ് ബ്യൂട്ടി പ്രൊഡക്റ്റുകളും മറ്റുമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ സ്വരിക്കുട്ടി വെച്ചതിൽ നിന്നുമാണ് സ്വന്തമായി കാർ വാങ്ങിക്കുന്നത്. എൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിലൊരു തുക മാറ്റിവെക്കും. ഇങ്ങനെയാണ് കാർ വാങ്ങിക്കുന്നത്. ഇതിനൊരു 3.5 ലക്ഷം രൂപ ആയിക്കാണും. അതിനാണോ ഇത്രയും വർഷം സ്വരിക്കുട്ടി വെച്ചത് എന്നൊരു കമൻറ്റ് വന്നു. ഞാനിത് റിമൂവ് ചെയ്ത് കളഞ്ഞുവെന്നും നടി പറയുന്നു.